ഇന്നത്തെ വചനചിന്ത സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ. ജീവിതത്തിൽ സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് ഭാരപ്പെടുമ്പോൾ ഒന്നോർക്കുക, ഭക്തനായ ദാനിയേലിനോട് കൂടെ സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന ഭക്തനായ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ച ദൈവം താങ്കളോട് കൂടെയുണ്ട്. ഭക്തനായ ദാനിയേലിനെ വിടുവിച്ച ദൈവം താങ്കളെയും വിടുവിപ്പാൻ ശക്തനാണ്. ചിലപ്പോൾ സാധ്യതകൾ മുഴുവൻ അസ്തമിച്ചേക്കാം. ഇനി ഒരു വഴിയുമില്ല എന്ന് കണ്ടെന്നു വരാം. എന്നാൽ ചെങ്കടലിൽ പാത ഒരുക്കിയ ദൈവത്തിന് ഇന്നും താങ്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ വഴി തുറക്കുവാൻ ശക്തനാണെന്ന് ഓർക്കുക. ഈ ലോകത്തിലെ പൈശാചിക ശക്തികൾക്കോ അധികാരികൾക്കോ യാതൊരു ദുഷ്ടശക്തികൾക്കോ ദൈവം നട്ടതിന് പറിച്ചു കളയുവാൻ സാധ്യമല്ല. ദൈവം നട്ടത് വളരും, ദൈവം നട്ടത് പടരും, ദൈവം നട്ടത് ഫലം കായ്ച്ചു കൊണ്ടേയിരിക്കും. ഭക്തനായ അബ്രഹാമിനെ ദൈവം നട്ടതാണ്. അബ്രഹാം നോക്കിയത് ദൈവത്തെ മാത്രമായിരുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ കൂടെ വന്ന ലോത്ത് നോക്കിയത് ദൈവത്തെ ആയിരുന്നില്ല, ഭക്തനായ അബ്രഹാമിനെ നോക്കി ഇറങ്ങി. ദൈവത്തെ നോക്കി ഇറങ്ങിയവനെ ദൈവം വളർത്തും. ദൈവത്തെ നോക്കി ഇറങ്ങിയ ഭക്തനായ അബ്രഹാം സകല പ്രതികൂലങ്ങളും കഷ്ടതകളും സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചു. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ദൈവം ഭക്തനായ അബ്രഹാമിനെ കരം പിടിച്ച് മുന്നോട്ട് നടത്തി. എന്നാൽ ഭക്തനായ അബ്രഹാമിനെ നോക്കി ഇറങ്ങിയ ലോത്ത് പിന്നത്തേതിൽ വലഞ്ഞുപോയി എന്ന് കാണപ്പെടുന്നു. വലഞ്ഞുപോയ നീതിമാനായി മാറി. വചനം ശ്രമിക്കുന്ന താങ്കളെ നട്ടത്, താങ്കളെ വളരുമാറാക്കുന്നത് ദൈവമാണ്. താങ്കളുടെ വളർച്ചയെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് സാധ്യമല്ല. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം തക്കകാലം ഫലം കായ്ക്കുകയും, എത്ര വലിയ വേനലാണെങ്കിലും എത്ര വലിയ പ്രതികൂലങ്ങളാണെങ്കിലും വേനൽ തട്ടിയാലും ഇല വാടാതെ തക്ക സമയം ഫലം കായ്ച്ചു കൊണ്ടിരിക്കുന്ന ഒരനുഭവം വചനം ശ്രവിക്കുന്ന താങ്കൾക്കുണ്ടാകും. ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ തയ്യാറാകണം. നല്ല ഫലം കായ്ക്കുന്ന താങ്കളെ നശിപ്പിക്കുവാൻ ആർക്ക് സാധ്യമല്ല. ഒരു തോട്ടക്കാരൻ വൃക്ഷത്തെ വേലികെട്ടി സൂക്ഷിക്കുന്നത് പോലെ കർത്താവ് വചനം ശ്രവിക്കുന്ന താങ്കളെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നു. അതിനാൽ ജീവന് ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങൾ പോലും ദൈവത്തെ സേവിക്കുന്നതിന് യാതൊരു ശത്രുവും തടസ്സമാകത്തില്ല. ബലഹീനമായ സാഹചര്യങ്ങളിൽ കർത്താവ് ശക്തിപ്പെടുത്തും. യെരമ്യാ പ്രവചന പുസ്തകം 33-ാം അധ്യായം 6-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാധുര്യമാകണം. കാരണം നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും മാറ്റപ്പെടാം. ഒരു ജീവൻ വരുന്നുണ്ടെന്ന കാര്യം 9 മാസം മുമ്പേ അറിയുവാൻ സാധിക്കുന്നു. എന്നാൽ ഒരു ജീവൻ പോകാറായി എന്ന് 9 സെക്കൻഡ് പോലും അറിയുവാൻ സാധിക്കുന്നില്ല. ആകയാൽ നന്മ ചെയ്ത് ജീവിക്കണം. ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ യോഗ്യനാക്കി മാറ്റിയെങ്കിൽ ദൈവം നൽകിയ യോഗ്യതകൾക്ക് അയോഗ്യത കൽപ്പിക്കുവാൻ ആർക്ക് സാധ്യമല്ല. ഒരുപക്ഷെ ശത്രു മുന്നിൽ വന്ന് വാദിക്കാം, അയോഗ്യതകൾ കൽപ്പിക്കാം. എന്നാൽ ദൈവം താങ്കളെ സകലത്തിനേക്കും മതിയായവനാക്കി തീർക്കും. ദൈവം താങ്കളുടെ കണ്ണുനീരിന് മറുപടി നൽകി താങ്കളെ അനുഗ്രഹിക്കും. യേശുവിൽ മാത്രമേ വീണ്ടെടുപ്പ് ലഭിക്കത്തുള്ളൂ. ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവരും ദൈവത്തോട് മത്സരിക്കുന്നവരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കാരണം വീണ്ടെടുപ്പ് യേശുവിൽ മാത്രം ലഭിക്കുന്നു. കർത്താവ് വരുവാൻ സമയമായി. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം കൂടെയുണ്ട്. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ, കർത്താവിൻ്റെ വരവിൽ കാഹളനാദം കേൾക്കുവാൻ, വിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ട് ചലിപ്പാൻ, കർത്താവിന് വേണ്ടി അധിക ഫലം കായ്ക്കുവാൻ, സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവപ്രവൃത്തി കാണുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.